വീണ്ടും തേജസ്വി യാദവ് പിറകിൽ. തേജസ്വിക്ക് സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിയില്ലേ? സതീഷ് കുമാർ ഇപ്പോൾ 7 റൗണ്ട് പിന്നിടുമ്പോൾ സതീഷ് കുമാർ ലീഡ് ചെയ്യുകയാണ്. തേജസ്വി യാദവ് വീണ്ടും പിറകിൽ. 2010 സതീഷ് കുമാറിൽ നിന്ന് ഇതേ മണ്ഡലത്തിൽ രാഘവ്പൂരിൽ അമ്മ രാബ്രി ദേവി പരാജയപ്പെട്ടതിന്റെ ഓർമ്മ തേജസ്വി യാദവിനുണ്ടാകും. ഇതാ ലാലു കുടുംബത്തിന്റെ കുടുംബ മണ്ഡലത്തിൽ കോട്ട്ലകൊത്തളത്തിൽ സതീഷ് കുമാർ 2010 ആവർത്തിക്കുകയാണോ? തേജസ്വി യാദവ് 343 വോട്ടുകൾക്ക് പിറകിലാണ് തൊട്ടടുത്ത എതിരാളിയായ സതീഷ് കുമാറിനേക്കാൾ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് 343 വോട്ടുകൾക്ക് പിറകിലാണിപ്പോൾ. തേജസ്വി യാദവ് 343 വോട്ടുകൾക്ക് പിറകിൽ. ഇത് ആദ്യമായല്ലോ പിറകിൽ പോകുന്നത്. അപ്പോൾ ഒരു തോൽവി ഒരു പക്ഷേ അവിടെ രുചിച്ചേക്കാമെന്ന സാധ്യതകളിലേക്ക് തന്നെയാണ്. അത്തരം സാധ്യതകൾ പ്രബലപ്പെടുകയാണ്. വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടത്തിൽ തേജസ്വി യാദവ് ലീഡ് ചെയ്തെങ്കിൽ പിന്നീട് പിന്നിൽ പോവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 3000 വോട്ടിന് വരെ പിന്നിൽ പോയിരുന്നു രാഘവ്പൂരിൽ തേജസ്വി യാദവ്. പ്രതിപക്ഷ നിരയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിന്നിൽ പോയിരുന്നു. അതിനുശേഷം നേരിയ ലീഡ് എടുക്കുകയായിരുന്നു. പക്ഷേ ആ ലീഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലാലു കുടുംബത്തിന്റെ ഉറച്ച സീറ്റ്. അതേസമയം 2010 വിജയം അവിടെ സതീഷ് കുമാർ ആവർത്തിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. തേജസ്വി യാദവ് മുന്നിലാണ് എന്ന വിവരം കൂടി അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആവശ്യമായിരുന്നു. ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ഇല്ല, സതീഷ് കുമാർ മുന്നിലാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. 27,306 വോട്ടുകളാണ് BJPയുടെ സതീഷ് കുമാറിന്. 343 വോട്ടുകൾക്ക് തേജസ്വി യാദവിനേക്കാൾ ഒപ്പം കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാജേഷ് കുമാർ കുട്ടുംബ മണ്ഡലത്തിൽ ഇപ്പോൾ 7,288 വോട്ടുകൾക്കാണ് പിറകിൽ. അവിടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ലല്ലൻ റാം 7,288 വോട്ടുകൾക്ക് മുമ്പിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം പിറകിലാണ്. തേജസ്വി യാദവും പിറകിലാണ്. മഹാസഖ്യത്തെ സംബന്ധിച്ച് മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് അവരുടെ വൻമരങ്ങളെല്ലാം വീഴുന്ന വൻമരങ്ങൾ നിലംപൊത്തുന്ന തെരഞ്ഞെടുപ്പ് അതുകൂടിയാകുമോ? കഴിഞ്ഞ തവണത്തേക്കാൾ 73 സീറ്റുകളാണ് അധികമായി NDA നേടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 73 സീറ്റുകൾ അധികമായി NDA നേടുന്നു. വമ്പൻ ഭൂരിപക്ഷമാണ് NDA നേടുന്നത്. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാനാണ് ഇപ്പോഴത്തെ നിലയിൽ എല്ലാ സാധ്യതയും. RJD അവരുടെ ഒരു ദുസ്വപ്നത്തിലും കാണാത്തത്ര വലിയ പരാജയത്തെ ഏറ്റുവാങ്ങുന്നു. 31 സീറ്റിൽ മാത്രമാണ് RJD ലീഡ് ചെയ്യുന്നത്. വെറും 31 സീറ്റിൽ മാത്രം. BJP 88 സീറ്റിലും JDU 79 സീറ്റിലും ലീഡ് ചെയ്യുന്നു. RJD 31 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. ഇപ്പോൾ AIMIM 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അസീസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കോ. AIMIM 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സീമാഞ്ചൽ മേഖലയിൽ കിഷൻഗഞ്ച് ജില്ലയിൽ വലിയ മുന്നേറ്റം AIMIM നടത്തുമ്പോൾ അതിന്റെ ഇരയായി മാറുന്നത് മഹാഗഡ്ബന്ധനും കോൺഗ്രസുമാണ്. കോൺഗ്രസ് 4 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. കോൺഗ്രസ് 4 സീറ്റിലേക്ക് കുറയുമ്പോൾ AIMIM 5 സീറ്റിലേക്ക് കുതിക്കുന്നു. CPIMLന്റെ ലീഡ് കുറയുകയാണ്. CPIML ഒരു ഘട്ടത്തിൽ 7 സീറ്റിൽ വരെ ലീഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ CPIML 5 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ താക്കൂർഗഞ്ചും ആ മേഖലയിൽപ്പെട്ട സീറ്റ് തന്നെയാണ്. താക്കൂർഗഞ്ചിൽ ഇപ്പോൾ 357 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. 5 സീറ്റുകളിൽ സീമാഞ്ചൽ മേഖലയിലെ 5 സീറ്റുകളിൽ ഇപ്പോൾ മജ്ലിസ് പാർട്ടി AIMIM ലീഡ് ചെയ്യുകയാണ്. ജോക്കിഹാത്തിൽ നേരത്തെ ലീഡ് ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ 5,984 ലീഡ് ഉയർത്തിയിട്ടുണ്ട്. താക്കൂർഗഞ്ചിൽ 357 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ മജ്ലിസ് പാർട്ടിക്കുള്ളത്. തൊട്ടടുത്ത മണ്ഡലം അമോറിൽ 17,226 വോട്ടിന്റെ ലീഡാണ് മജ്ലിസ് പാർട്ടിക്കുള്ളത്. ബേസി മണ്ഡലത്തിൽ 9,128 വോട്ടിന്റെ ലീഡാണുള്ളത്. എന്ന മണ്ഡലത്തിൽ 16,547 വോട്ടിന്റെ 12 റൗണ്ട് പൂർത്തിയപ്പോൾ മെച്ചപ്പെട്ട ലീഡാണുള്ളത്. ഇങ്ങനെ അഞ്ചിടത്താണ് സുസീൻ ഒവൈസിയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. AIMIM 5 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ CPIM 1 സീറ്റിൽ വിഭൂതിപൂരിൽ അജയ് കുമാർ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. വിഭൂതിപൂരിൽ അജയ് കുമാർ 2,132 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 9 റൗണ്ടുകൾ പൂർത്തിയായി. 25 റൗണ്ടാണ് വോട്ടെണ്ണാനുള്ളത്. വിഭൂതിപൂരിൽ ഇനിയും ബാക്കിയുണ്ട് റൗണ്ടുകൾ. 25 റൗണ്ട് ഉള്ളിടത്ത് 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ CPIM സ്ഥാനാർത്ഥി അജയ് കുമാർ വിഭൂതിപൂരിൽ ലീഡ് ചെയ്യുന്നു. CPI ലീഡ് കൈവിട്ടു. BSP ഒരു സീറ്റിൽ നേരത്തെ മുതൽ ലീഡ് തുടരുകയാണ്. BSP ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. രാംഗർ സീറ്റിലാണ് BSP 4,370 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത്. NDAയുടെ വളരെ മെച്ചപ്പെട്ട പ്രകടനം എന്നതിനപ്പുറത്ത് ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിലേക്ക് എത്തുകയാണ്.